നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നടന്നുവരുന്ന ഒരു തൊഴിൽ പീഡനത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഒരു മാർക്കറ്റിംഗ് കമ്പനി ആ മാർക്കറ്റിംഗ് കമ്പനിയിലെ എക്സിക്യൂട്ടീവുകളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ വസ്ത്രമുരിഞ്ഞ് വിവസ്ത്രരാക്കി ലൈംഗികപരമായി പോലും ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികൾ കൊടുക്കുന്ന രംഗങ്ങളും വീഡിയോകളുമെല്ലാമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: നമ്മുടെ മക്കളെ ആരാണ് ഈ ഗതികേടിലെത്തിച്ചത്? കേരളത്തിലെ ഒരു തൊഴിലിടത്താണ് മനുഷ്യത്വരഹിതമായ ഇത്തരം പീഡനങ്ങൾ അരങ്ങേറുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന അവകാശവാദങ്ങൾക്കപ്പുറം ഇവയൊക്കെയാണ് കേരളത്തിൻ്റെ ദയനീയമായ അവസ്ഥ. പലസ്തീനു വേണ്ടി കരയുന്ന പിണറായി വിജയനും കച്ചവട സിനിമകൾക്ക് വേണ്ടി പോലും മുറവിളി കൂട്ടുന്ന DYFIയും ഈ പാവം ചെറുപ്പക്കാരെ കാണുന്നില്ലേ? നമ്മുടെ യുവാക്കളെ ഈ ഗതികേടിലെത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇടതും വലതും മാറി മാറി ഭരിച്ച കേരളത്തിലെ സർക്കാരുകൾക്ക് മാത്രമാണ്. ഈ ഒരു അവസ്ഥ മാറണം. കേരളത്തിലെ യുവാക്കൾക്ക് നമ്മുടെ നാട്ടിൽ അഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. കേരളം മാറണം, മാറിയേ തീരൂ എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. സത്യത്തിൽ ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ഒറ്റപ്പെട്ട വിഷയമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാമെങ്കിലും പല പ്രതികൂല സാഹചര്യങ്ങളിലും കേരളത്തിലെ യുവതി-യുവാക്കൾ കേരളത്തിൽ തൊഴിലെടുക്കുന്നുണ്ട്. കാരണം ആ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ജോലി അവർക്ക് നഷ്ടമായാൽ മുന്നോട്ടുള്ള ജീവിതം ദുസ്സഹമാണ്. അതുകൊണ്ട് തന്നെ അഭിമാനം പണയം വച്ചും അല്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള നിയമലംഘനങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചും ഇത്തരം ജോലികളിൽ അവർക്ക് ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. കേരളത്തിലാണത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു തൊഴിലാളി സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകളെല്ലാം വലിയ രീതിയിൽ ഉശിരോടുകൂടി കേരളത്തിൽ തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സമരഭൂമികയും കൂടിയാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള തൊഴിൽ പീഡനങ്ങൾ നടക്കുന്നത് എന്ന് വരുമ്പോൾ തീർച്ചയായും തൊഴിലാളി സമരങ്ങളുടെ, തൊഴിലാളി സംഘടനകളുടെ, തൊഴിലാളി പാർട്ടിയുടെ ഒക്കെ പ്രാധാന്യം അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആവശ്യകത എന്ത് എന്ന ചോദ്യചിഹ്നം ഉയരുകയാണ്. കേരളത്തിൽ ഈ സംഘടിത വിഭാഗക്കാരെ മാത്രം സംഘടിപ്പിക്കാനും അവരിൽ നിന്നും പണപ്പിരിവ് നടത്തി തടിച്ചു കൊഴുക്കാനും മാത്രമേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സംഘടനകൾക്കും തൊഴിലാളി സംഘടനകൾക്കും കഴിയൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. അസംഘടിത മേഖലയിൽ ആരെന്ത് പ്രവർത്തിച്ചാലും, ആരെ ചൂഷണം ചെയ്താലും കേരളത്തിലെ തൊഴിലാളി സംഘടനകൾക്ക് ഒന്നുമില്ല. കേരളത്തിലെ തൊഴിലാളി സംഘടനകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം മേഖലകളിൽ ഇടപെടുക അസാധ്യമായി തീർന്നിരിക്കുന്നു. സംഘടിത മേഖലകളിൽ പോലും തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ നിഷ്പ്രഭരാവുകയാണ്. ഉദാഹരണത്തിന് KSRTC, അവർക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ KSRTC കഴിഞ്ഞുപോയത്. അതായത് ജോലി ചെയ്താൽ ശമ്പളം കിട്ടാത്ത അവസ്ഥ. 30 ദിവസം ജോലി ചെയ്താൽ അടുത്ത 10 ദിവസം സമരം ചെയ്താലേ അവർക്ക് ആ കൂലി കിട്ടൂ എന്നൊരവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. തൊഴിലാളി സംഘടനകൾ തലയെടുപ്പോടുകൂടി നിന്ന സമയത്താണ് ഇത്തരം ഗതികേട് തൊഴിലാളിക്കുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ മുഴങ്ങുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന, കേരളത്തിൽ പലരും മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് വിളിക്കുന്ന തൊഴിലാളി വർഗ മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ വ്യർത്ഥമാണ്. കേരളത്തിൽ അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ യുവാക്കൾക്ക് തൊഴിലെടുക്കാൻ അനുകൂലമായ സാഹചര്യം, കേരളത്തിൽ സ്വകാര്യ മൂലധനം അടക്കമുള്ള മൂലധന നിക്ഷേപത്തെ സ്വാഗതം ചെയ്യാനുള്ള സാഹചര്യം, കേരളത്തിൽ കൂടുതൽ സംരംഭങ്ങൾ വരേണ്ടതിൻ്റെ സാഹചര്യം, കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതിൻ്റെ സാഹചര്യം, ഇതെല്ലാമാണ് ഇപ്പോൾ വലിയ രീതിയിൽ അപകടകരമായ ഒരു ചിഹ്നത്തോടുകൂടി ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ കുറിച്ചിരിക്കുന്നത് വളരെ കുറച്ച് വരികളാണെങ്കിലും അത് അർത്ഥവത്താണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്, ഏത് രീതിയിലേക്കാണ് കേരളം മാറേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കൂടിയാണത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ.
സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീ സെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.